ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. എല്ലാവർക്കും നന്മ നിറഞ്ഞതും സന്തോഷഭരിതമായ പുതുവത്സരം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ ആദ്യം ചെയ്ത വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗമാണ് ഹൗ ടു ഒപ്റ്റിമൈസ് യുവർ ബിസിനസ് എന്നുള്ളതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഹൗ ടു അട്രാക്റ്റ് ആൻഡ് ഹൗ ടു റീറ്റെയിൻ കസ്റ്റമേഴ്സ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു. ഇതിൽ എങ്ങനെ നിങ്ങളുടെ ബിസിനസ് ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒപ്റ്റിമൈസ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓട്ടോമേറ്റ് റിപ്പീറ്റഡ് ടാസ്ക്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി വിളിക്കേണ്ട ലീഡുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റം കൊണ്ടുവരിക. അതുപോലെ ഡെയിലി ചെയ്യേണ്ട ടാസ്കുകളെ എത്ര ആൾക്കാരെ വിളിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരിക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഓട്ടോമേഷൻ കൊണ്ടുവന്നാൽ പോരാ, അത് റെഗുലറായിട്ട് റിവ്യൂ ചെയ്യണം. റെഗുലറായിട്ട് റിവ്യൂ ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് കറക്റ്റ് ചെയ്യാനുള്ള വിചാരിച്ചാൽ അത് കറക്റ്റ് ചെയ്തിട്ട് എപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വയ്ക്കണം. പിന്നെ മൂന്നാമത് ചെയ്യേണ്ട കാര്യം എൻഹാൻസ് ദ കസ്റ്റമർ സർവീസ്. നമ്മൾ ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അത് അവസാനിക്കുന്നില്ല. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ സെയിൽസ് സർവീസ്, അതിൻ്റെ ട്രെയിനിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ ലെജിബിളായിട്ടും ചെയ്യണം. ഇപ്പോൾ ചില വാഹന ഡീലർമാർ കണ്ടിട്ടില്ലേ, അവർ ദേ ഹാവ് ദെയർ ഓൺ ഡ്രൈവിംഗ് സ്കൂൾ. അപ്പോൾ അവരെന്ത് വിചാരിച്ചാൽ ഒരു കസ്റ്റമർ വരുന്ന ഒരു പർട്ടിക്കുലർ മോഡൽ വാങ്ങിക്കാനാണ് വരുന്നത് വിചാരിച്ചാൽ ആ മോഡൽ വാഹനത്തിൽ അവരെ ഇരുത്തിയിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ എന്താ വെച്ചാൽ കസ്റ്റമർക്ക് അതൊരു വലിയ കാര്യമാണ്. കാരണം ആ വണ്ടിയിൽ ഓടിച്ചിട്ടൊന്ന് ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പുതിയ വണ്ടി ഓടിക്കാനൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അങ്ങനത്തെ കോൺഫിഡൻസ് ബിൽഡിംഗ് എക്സസൈസുകൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പേഴ്സണലൈസ് ദ കസ്റ്റമർ ഇൻറ്ററാക്ഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു 100 കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരു 5 പേര് നിങ്ങളുടെ കസ്റ്റമർ സർവീസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരു 20 പേരെ അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അവരോട് കൃത്യമായിട്ട് അവരെ കസ്റ്റമറെ ഫോളോ അപ്പ് ചെയ്യാനും പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കാനും പേഴ്സണലൈസ്ഡ് മെസ്സേജുകൾ അയക്കാനും ഒക്കെ ഇൻസിസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതും റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക്, ഗ്യാദർ ഫീഡ്ബാക്ക്, അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കസ്റ്റമർ അടുത്തുനിന്ന് അവരുടെ ഫീഡ്ബാക്കുകൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സജഷൻസ് ഒക്കെ ഇതാക്കുക. എന്നിട്ട് കളക്ട് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നമ്മളെ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ റിഡ്യൂസ് ദ ഓപ്പറേഷൻ കോസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അതിന് ഒരുപക്ഷെ സിസ്റ്റംസ് ബിൽഡ് ചെയ്യുമ്പോൾ പുതിയ സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ പുതിയ CRMs അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഹ്യൂമൻ ഇൻവോൾവ്മെൻറ്റ് കുറയുമ്പോൾ കോസ്റ്റ് കുറയും. പിന്നെ അടുത്തത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ടാർഗറ്റ് ദ റൈറ്റ് കസ്റ്റമർ. എപ്പോഴും നമ്മുടെ കസ്റ്റമറായിട്ട് എപ്പോഴും റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വേണം സെലക്ട് ചെയ്യാൻ. അവരെ മാത്രം ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളെ കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 10 ലക്ഷം വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്യുക. അവരെ ഫോക്കസ് ചെയ്യുക. അവരെ ഫോക്കസ് ചെയ്തിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെയാണ് കറക്റ്റ് ടാർഗറ്റ് കസ്റ്റമറെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരുപാട് എഫേർട്ട് വേസ്റ്റായി പോകും. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കരുത്. ടാർഗറ്റ് ദ റൈറ്റ് കസ്റ്റമർ. പിന്നെ വേറൊന്നും ചെയ്യേണ്ടത്, വെബ്സൈറ്റ് ഓൺലൈൻ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഇമ്പ്രൂവ് ദ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് എക്സ് എന്നുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്പൈസ് പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ആയിരിക്കണം അതിൽ ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളെ വെബ്സൈറ്റിലേക്ക് കൂടുതൽ ട്രാഫിക് വരും. അങ്ങനെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ ഫോക്കസ് ഓൺ ക്വാളിറ്റി. നമ്മൾക്ക് പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾക്ക് മാത്രം അറിഞ്ഞാൽ പോരാ, നമ്മളത് കസ്റ്റമറെ ബോധ്യപ്പെടുത്താനും കൂടെ കഴിയണം. പക്ഷേ കസ്റ്റമറെ ബോധ്യപ്പെടുത്തി കസ്റ്റമർ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമറെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. ഏത് കാലത്തും നമുക്ക് പറ്റിക്കാൻ പറ്റില്ല. ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ഒരുപാട് ഇല്ലാത്ത ക്വാളിറ്റികൾ പറഞ്ഞിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം വിളിക്ക് കസ്റ്റമർ അവരിപ്പോൾ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ റിവ്യൂ ഒക്കെ എഴുതി വളരെ മോശം റിവ്യൂ എഴുതിയിട്ട് നമ്മുടെ മാർക്കറ്റ് ആകെ വൃത്തികേടാക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കുക. അതുകൊണ്ട് ഇൻസിസ്റ്റ് ഓൺ ക്വാളിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി. പിന്നെ അടുത്തത് വേണ്ടത് ഇംപ്രൂവ് ദ സപ്ലൈ ചെയിൻ. അതായത് ഒരു പ്രോഡക്റ്റിന് ഒരു റിക്വയർമെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരിക്കലും സ്റ്റോക്ക് ഇല്ലാത്ത ഒരു അവസ്ഥ വരരുത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏത് പ്രോഡക്റ്റിനാണ് എപ്പോഴാണ് ഡിമാൻഡ് വരും. ഇപ്പോൾ സീസണൽ പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സീസണിൻ്റെ മുമ്പ് തന്നെ അത്
വളരെയധികം വേണ്ടത്ര ഇൻവെൻ്ററി മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അങ്ങനത്തെ സപ്ലൈ ചെയിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ നല്ല സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കണം. നല്ല സോഫ്റ്റ്വെയർസ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് മാൻ പവർ റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഡെലിഗേഷൻ ഓഫ് ദ ബിസിനസ്. ഡെലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് നമ്മൾ പതുക്കെ മാറുക. എന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഓരോരോ ഏരിയ ഓരോരുത്തരെ അതിൻ്റെ ഇൻചാർജ് ആക്കി ഏൽപ്പിക്കുക. എന്നിട്ട് നമ്മൾ അവരെ മാത്രം ഫോളോ അപ്പ് ചെയ്യുക. ഇപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 5 ജില്ല ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ജില്ലയിലേക്കും ഓരോ സെയിൽസ് കോർഡിനേറ്ററിനോ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ എന്താ വെച്ചാൽ ആ പോസ്റ്റിലുള്ള ഒരാളെ വയ്ക്കുക. ഈ 5 പേരെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനേജ്മെൻറ്റ് ടെക്നിക്കലി പറയുന്നത് ഒരാൾക്ക് മാക്സിമം 6 പേരെയാണ് ഒരു സമയം സൂപ്പർവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5 പേരെ നമ്മൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരാളെ വയ്ക്കുക. നമ്മൾ അവരോട് നമ്മളോട് ഫീഡ്ബാക്ക് തരാൻ പറയാൻ അവർ ആയിരിക്കും നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ 5 പേരെ അല്ലെങ്കിൽ 6 പേരെ ഫോളോ അപ്പ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കമ്പനിയുടെ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാനുള്ള ഉത്തരവാദിത്തം ഈ നമ്മുടെ തൊട്ട് താഴെയുള്ള ആൾക്കാർക്ക്. അങ്ങനെ നമ്മൾ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഡെലിഗേഷൻ കൊടുക്കുന്നു. പിന്നെ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് ടൂൾസ് എപ്പോഴും ഉപയോഗിക്കണം. നമ്മളെപ്പോഴും ടെക്നോളജിക്കലി മുമ്പിലായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിരിക്കും, പക്ഷെ എന്നാലും അത് ലോങ് ടേമിൽ അത് നമുക്ക് വളരെ പ്രോഫിറ്റബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ CRMs ഒക്കെ യൂസ് ചെയ്യണം. നല്ല അഡ്വാൻസ്ഡ് CRM യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ റിലേഷൻ കൂടുതൽ ഇതാക്കാൻ പറ്റും. കസ്റ്റമർ ഒരിക്കലും മിസ്സാവില്ല, കോൾസ് മിസ്സാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ CRM ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡിഫൈൻ ദ ജോബ് ടു ഈച്ച് പേഴ്സൺ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ജോബ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സെയിൽസ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സെപ്പറേറ്റ് ആൾക്കാരെ വയ്ക്കുക. അവർക്കൊക്കെ എന്താണ് അവരുടെ ജോബ് റെസ്പോൺസിബിലിറ്റി, വാട്ട് ദ കമ്പനി ഈസ് എക്സ്പെക്റ്റിംഗ് ഫ്രം ദം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്നിട്ട് ആ ജോബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. നമ്മുടെ ആളുകളുടെ സ്കില്ലാണ് നമ്മൾ എപ്പോഴും വളർത്തിയെടുക്കേണ്ടത്. സ്ട്രാറ്റജി അല്ല. സ്ട്രാറ്റജി നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടും, പക്ഷേ സ്കില്ലാണ് വളർത്തിയെടുക്കേണ്ടത്. പിന്നെ അടുത്ത് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്രോസ് ട്രെയിനിങ്. അതായത് ഇപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള ഒരാൾക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതേ ട്രെയിനിങ്ങിൻ്റെ സെയിൽസിലുള്ള ആൾക്കും കൊടുക്കണം. നാളെ ഒരു വൺ ഫൈൻ മോർണിംഗ് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിലുള്ള ആളെ സെയിൽസിലേക്ക് ഇടാം, അല്ലെങ്കിൽ സെയിൽസിലുള്ള ആളെ മാർക്കറ്റിങ്ങിലേക്ക് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഒരിക്കലും അയ്യോ അത് പറ്റില്ല എന്ന് പറയാനുള്ളൊരു അവസരം വരുന്നതുകൊണ്ട് ക്രോസ് ട്രെയിനിങ് കൊടുത്തിരിക്കണമല്ല. പിന്നെ മോണിറ്റർ ചെയ്യണം. നമ്മൾ ഓരോ സ്ട്രാറ്റജി കൊണ്ടുവരുമ്പോൾ ആ സ്ട്രാറ്റജി മോണിറ്റർ ചെയ്യണം. വേണ്ട സ്ഥലത്ത് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട സ്ഥലത്ത് അതിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ സ്ട്രാറ്റജി ഇടയ്ക്കിടയ്ക്ക് റീവർക്ക് ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ അഡോപ്റ്റ് ടു ചേഞ്ച്. നമുക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറാൻ പഠിക്കണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രോ ചെയ്യുന്ന മാർക്കറ്റിൽ വേണം നമ്മളെപ്പോഴും ഇൻവോൾവ് ചെയ്യാൻ. അല്ലാണ്ട് ഡീഗ്രോ ചെയ്യുന്ന മാർക്കറ്റിൽ നമ്മൾ പോയി കളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ ഫോക്കസ് ഓൺ സ്കെയിലബിലിറ്റി. ഫോക്കസ് ഓൺ സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായൊരു ഐഡിയ, വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ആ കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടാനുള്ള രീതിയിൽ നമ്മൾ വർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യണം. അല്ലാണ്ട് പഴയ ഹോട്ടലിലെ മാതിരി ഫുൾ ടൈം ക്യാഷ് കൗണ്ടറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയയും കിട്ടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കലുണ്ടാവുള്ളൂ. അങ്ങനെ ചെയ്യരുത്. അതിന് പകരം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ അടുത്തത് ഇനി നമുക്ക് വരുന്നത് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പ്. ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് ഇൻവെസ്റ്റേഴ്സ് വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുക നിങ്ങളുടെ ബിസിനസ്. അതിന് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് എത്തി. അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അസസ് ചെയ്യണം. നമ്മളെ സ്റ്റാറ്റസ് അസസ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കാൻ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അനലൈസ് ദ മാർക്കറ്റ്. നമുക്ക് ഏതൊക്കെ പുതിയ മാർക്കറ്റിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജ്വല്ലറിക്കാർ കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്ലി ഡ്രസ് മെറ്റീരിയൽസ്, പട്ടുവസ്ത്രങ്ങളുടെ മേഖലയിലേക്ക് വരും. അതേ ബ്രാൻഡ് നാം ഉപയോഗിച്ചിട്ട് അവർ അങ്ങോട്ട് വരും. അതുപോലെ തന്നെ
നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവർ അതുമായിട്ട് ഇലക്ട്രിക്കൽസിൻ്റെ ഒരു ഡിവിഷൻ തുടങ്ങും. അതേമാതിരി അങ്ങനെ ഏത് സെഗ്മെൻറ്റാണ് ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് ആ ഗ്രോത്തിനനുസരിച്ച് നമ്മൾ പുതിയ മാർക്കറ്റ് കണ്ടെത്തണം. അതുപോലെ ഡിഫൈൻ ദ ക്ലിയർ പ്ലാൻ, നമുക്ക് വളരെ കൃത്യമായിട്ടൊരു സ്കെയിലബിലിറ്റി എക്സ്പാൻഷൻ പ്ലാൻ ഉണ്ടാക്കണം. ഇത്ര മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഇത്ര 1-2 വർഷം അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എത്ര % ഗ്രോ ചെയ്യണം, അതിന് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്, എവിടെയൊക്കെയാണ് സ്ട്രെങ്തൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. പിന്നെ പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തുക. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ അടുത്തുള്ള തമിഴ്നാട്ടിലെ അടുത്ത സ്റ്റേറ്റുകൾ കോയമ്പത്തൂർ, ഈറോഡ്, സേലം അങ്ങനത്തെ ഭാഗത്ത്, കർണാടകയാണെങ്കിൽ ബാംഗ്ലൂർ, മൈസൂർ അങ്ങനത്തെ ഭാഗത്തേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിനെ കുറിച്ച് നോക്കിയിട്ട് അതിനൊരു സർവേ ഒക്കെ നടത്തിയിട്ട് അതിനനുസരിച്ച് മൂവ് ചെയ്യാം. പിന്നെ ഐഡൻറ്റിഫൈ ദ കസ്റ്റമർ നീഡ്സ്, കസ്റ്റമറുടെ പെയിൻ പോയിൻ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പെയിൻ പോയിൻ്റ് നമ്മൾ ടാക്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മുടെ കൂടെ വരും. കസ്റ്റമർക്ക് ആവശ്യം എന്താണെന്ന് നമ്മൾ കസ്റ്റമറിൽ തന്നെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ ഒരു സ്ട്രാറ്റജി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർ നമ്മളെ കൂടെ ഉണ്ടാവും. മാത്രമല്ല ആ കസ്റ്റമർ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുത്തരും. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അറേഞ്ച് ഫണ്ട്. ഈ ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്ക് ലോൺ എടുക്കുക അല്ലെങ്കിൽ കയ്യിൽ നിന്ന് എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിൽ നിന്നുള്ള പ്രോഫിറ്റിൽ നിന്ന് വേണം നമ്മൾ ഈ ഫണ്ട് കണ്ടെത്താൻ. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് വരികയാണെന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, പക്ഷേ അത് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ആളുകൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയ്ക്കാം. അതേ സമയത്ത് നമ്മളെ കയ്യിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഐഡിയ ഉണ്ട്, പക്ഷേ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വരുന്ന ഇൻവെസ്റ്റർ പറയുന്നതിനനുസരിച്ച് നമ്മൾ നിൽക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ടായിരിക്കും നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ കുറച്ച് പ്രോഫിറ്റ് ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ആ അതിനനുസരിച്ച് എക്സ്പാൻഡ് ചെയ്താൽ മതി. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് യു ആർ എക്സ്പാൻഡിങ് ഇൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. കുറച്ചെങ്കിൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ളത് ഇതാക്കണം. പിന്നെ അതിന് എക്സ്പാൻഡ് ചെയ്യാൻ പിന്നെ വേണ്ട ഒരു കാര്യം എക്സ്പാൻഡ് ദ വർക്ക് ഫോഴ്സ്. നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ഫീൽഡിലുള്ള ആൾക്കാരെ നമ്മൾ പിന്നെ ആളുകളുടെ എണ്ണം കൂട്ടുക, ഹെഡ് കൗണ്ട് കൂട്ടുക. എന്നിട്ട് അതിനനുസരിച്ച് പുതിയ പുതിയ മാർക്കറ്റ്, പുതിയ പുതിയ പ്രോഡക്ട്സ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ ഈ വരുന്ന ആൾക്കാർക്ക് ഗീവ് എ ഗുഡ് ട്രെയിനിങ്. ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദേ ഷുഡ് നോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ പ്രോഡക്റ്റ്, ഇൻ ആൻഡ് ഔട്ട് അബൌട്ട് ദ കോമ്പറ്റേറ്റർ സ്ട്രാറ്റജി. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് റിവ്യൂ ചെയ്യണം, അതിനനുസരിച്ച് അത് മോണിറ്റർ ചെയ്യും വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പുതിയ പുതിയ സ്ട്രാറ്റജികൾ ഡിസൈൻ ചെയ്യുക. ആ പുതിയ സ്ട്രാറ്റജികൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളെ മാർക്കറ്റ് നീഡ് അനുസരിച്ച് അത് മാറ്റണം. നമ്മൾക്ക് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അത് തിരുത്തണം. അല്ലാണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അത് തിരിച്ചുകൊണ്ട് കാര്യമില്ല. യു ഷുഡ് കറക്റ്റ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ എന്തെങ്കിലും ഒരു വീഴ്ച നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഴ്ച എത്രയും പെട്ടെന്നാക്കണം. അല്ലാണ്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കൊല്ലം വീഴാണ്ട് അങ്ങനെ പിടിച്ച് നിന്നുകൊണ്ട് കാര്യമില്ല. വീഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന്, ഗ്രോത്ത് ആണെന്നുണ്ടെങ്കിൽ അത് സ്ലോ ആൻഡ് സ്റ്റഡി, വീഴ്ചയാണെന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റ് ആയിരിക്കണം. പിന്നെ മോണിറ്റർ ആൻഡ് അഡ്ജസ്റ്റ് ബിസിനസ് പ്ലാൻ. അപ്പോൾ ഈ പിന്നെ നമ്മളെ സ്കെയിലബിലിറ്റിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്തിനനുസരിച്ച് നമ്മളെ ബിസിനസ് പ്ലാൻ അഡ്ജസ്റ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പ് വിത്ത് ദ പേഴ്സൺ ഹു ഈസ് റിപ്പോർട്ടിംഗ് ടു യു. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ താഴെയുള്ള ആൾക്കാരിൽ നിന്ന് ഇതാക്കുക. അല്ലാണ്ട് എല്ലാ ആൾക്കാരെയും സെയിൽസ് എക്സിക്യൂട്ടീവ് മുതൽ ഏരിയ മാനേജർ അല്ലെങ്കിൽ റീജിയണൽ മാനേജർ, ഓവറിറ്റീസ് അവരെല്ലാവരെയും വിളിച്ച് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ തൊട്ട് താഴെയുള്ള റിപ്പോർട്ടിംഗ് ആളായിട്ട് മാത്രമാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ താഴെയുള്ള ആൾക്കാരായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ക്രിയേറ്റ് യുവർ ഓൺ ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വന്തം ബ്രാൻഡ് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ആണ് ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മളെ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തൊക്കെ സ്ട്രാറ്റജി വഴി ബ്രാൻഡ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം, നമ്മൾ എങ്ങനെ ബ്രാൻഡിൻ്റെ ക്വാളിറ്റി, ഒരു പെർസീവ്ഡ് ക്വാളിറ്റി നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മൾ ക്വാളിറ്റി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പ്ലീസ് subscribe to my channel and please watch my video. Thank you. Good night. Happy New Year.